തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാൻ അവസരം തരുന്ന, ധ്യാനിക്കുവാൻ ദൈവം തരുന്ന സാഹചര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ആളുകളായി നാം ഈ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേർഡ് ഇൻ പവർ, വചനം ശക്തിയിൽ. ആമേൻ. ആ മേഖലയിൽ ദൈവം അനേകരെ അനുഗ്രഹിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തരുന്നു. അനേകരെ വിളിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ഈ മണിക്കൂറുകളിൽ വീണ്ടും ദൈവവചനം ധ്യാനിക്കുവാൻ നാം ശ്രമിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ഒരു നിമിഷം കൂടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു. ഇതുവരെ അങ്ങ് നടത്തിയല്ലോ കർത്താവേ, നിന്റെ വിശ്വസ്തയ്ക്കായി തുടർന്ന് എൻ്റെ കൃപ തരണം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൂടെ ദൈവം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. വചനത്താൽ ആശീർവദിക്കണം. തിരുനാമം മഹത്വപ്പെടണം. എളിവിനും ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തി നിർത്തിക്കാട്ട കൃപയുടെ ആശീർവാദം തരണം. സ്വർഗ്ഗമഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ ഞാൻ പറഞ്ഞതുപോലെ നാം ഈ ദിവസങ്ങളിൽ തുടർമാനമായി ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയാണ്. അത് ദൈവനാമഹത്വത്തിനായി തീരട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആധാരമാക്കി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അന്ത്യമായി നൽകിയ ചില വാഗ്ദത്തം, ദ പ്രോമിസസ് ദാറ്റ് ഗോഡ് ജീസസ് ഗേവ് ടു ഹിസ് ഡിസൈപ്പിൾസ് ബിഫോർ ഹി വെന്റ് ടു ദ ക്രൂസിഫിക്ഷൻ, അല്ലെങ്കിൽ കർത്താവ് ക്രൂശിമരണത്തിൽ പോകുന്നതിന് മുമ്പായി ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുത്ത ആ വാഗ്ദത്തങ്ങളാണ് ചിന്തിച്ചു വരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനെ ആധാരമാക്കി നമ്മൾ ചിന്ത പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നതിനെക്കുറിച്ചും സമാധാനം നൽകുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്നും ഈ സമാധാനം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. അത് 1-2 മിനിറ്റ് കൊണ്ട് മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞു തീരുന്നതല്ല. ലോകത്തിൻ്റെ ആകമാനം ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് അതിന് മേലെ ചില വിഷയങ്ങളുടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുക, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് 14:27 തന്നെയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അതിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ദൈവവചനം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവനാമഹത്വപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിലെ ഈ വലിയ വിഷയം വ്യാപിച്ച് കിടക്കുകയാണ്. ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. എന്ന് മാത്രമല്ല ഇതിൻ്റെ ആവശ്യവും വലുതാണ്. 29-ാം സങ്കീർത്തനം 11-ാം വാക്യം, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ യഹോവയാണ് സമാധാനം നൽകുന്നത് കേട്ടോ. അത് ഓർത്തോണം. ദൈവം സമാധാനം നൽകണം. ആ സമാധാനം ലഭിച്ചാൽ അനുഗ്രഹവുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സമാധാനം നമ്മൾ അന്വേഷിച്ച് പ്രാപിക്കേണ്ടതാണ്. 34-ാം സങ്കീർത്തനം 14-ലും 1 പത്രോസ് 3:11 രേഖപ്പെടുത്തിയിരിക്കുന്നു. സീക്ക് പീസ് ആൻഡ് പെർസ്യൂട്ട് ഇറ്റ്. ദേഹമേ, സമാധാനം അന്വേഷിച്ച് പിന്തുടരുവിൻ. വി ഗോട്ട് ടു സീക്ക് ദ പീസ്. ദൈവ സമാധാനത്തിന് വേണ്ടി അത് മെക്കാനിക്കലായിട്ട് ഇങ്ങനെ വന്ന് കയറിക്കോളെന്ന് വിചാരിക്കും. അതിനുവേണ്ടി ഒരു അന്വേഷണം ഉണ്ടാകും. ഒരല്പം ആവശ്യബോധത്തോടെ അതിനെ അന്വേഷിക്കുവാൻ ഇടയാകണമെന്ന് സ്നേഹത്തോടെ. ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി കംസ് ആൻഡ് ഫിൽ യു എന്നാൽ അങ്ങനെ ചിന്തിക്കരുത്. അതിങ്ങനെ വന്ന് കയറി നോ. നമ്മൾക്ക് അന്വേഷിക്കാനുള്ള കടപ്പാടുണ്ട്. ചെയ്യണമേ. ഒരു വലിയ വാഞ്ച അതിനായിട്ടുണ്ടാകട്ടെ എന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കാരണം സമാധാനം ഇല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഗുണമില്ല. അതാ കംപ്ലീറ്റ് സ്പോയിലായി പോവും. അതുണ്ടാകാതിരിക്കണമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിൻ്റെ വലിയൊരു വിഷയമായി ഇതല്ലേ. എല്ലാവർക്കും എല്ലാം ഉണ്ട്, ധാരാളമുണ്ട്, ധാരാളം പണമുണ്ട്, വലിയ വീടുണ്ട്, ഒന്നിലധികം വാഹനങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ സംതിങ് ഈസ് ലാക്കിങ്. സമാധാനമില്ല. അസ്വസ്ഥയുടെ ആലസ്യങ്ങൾ അനേക ഭവനങ്ങളിൽ പോവുകയും ആലയില്ല. കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ തകർച്ച അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. വളരെ സങ്കീർണമായ കാലം. ക്ഷമിക്കാൻ കഴിയാതെ, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതെ തല്ലിപ്പിരിഞ്ഞു പോകുന്നൊരു കാലഘട്ടത്തിൻ്റെ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാന ജീവിതങ്ങളെ സ്പർശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? സമാധാനത്തെ അന്വേഷിക്കണം കേട്ടോ. ദൈവമേ, സമാധാനം എവിടെയാ? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അന്വേഷിക്കണം. യു ഹാവ് ടു ഡു സംതിങ്. അതിന് ചില സമാധാനങ്ങളെ അതിവേഗത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിക്കണം. അപ്പം സമാധാനം വിവിധ വിഷയങ്ങളെ പരിശുദ്ധാത്മാവരെ 119-ാം സങ്കീർത്തനം 165-ാമത്തെ വാക്യം 1-ാമത് ധ്യാനിക്കുവാൻ, അത് മഹാസമാധാനം അവിടെ രേഖ, ദ ഗ്രേറ്റ് പീസ്. തൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ള ഏവർക്കും മഹാസമാധാനമുണ്ടെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു വലിയ വാഗ്ദത്തമാണ് കേട്ടോ. കാരണം ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് സാധാരണ സമാധാനമല്ല, മഹാസമാധാനം. എന്തുവാ? ഗ്രേറ്റ് പീസ്. മഹാ അത് വിസ്തരിക്കേണ്ട ഒരു വിഷയമാണ്.
അപ്പോൾ ഒട്ടും മനുഷ്യനൊന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്തൊരു സമാധാനം ദൈവം നൽകുവാൻ പ്രാപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതും പ്രാപിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എന്താ വ്യവസ്ഥ എന്നറിയാമോ? ന്യായപ്രമാണത്തോട് പ്രിയമുണ്ടായിരിക്കണം. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. അതിനോടൊരു ഒരു ഒരു താല്പര്യം, ഒരു ആഗ്രഹം, അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ ആഗ്രഹം? ദൈവനാമം മഹത്വപ്പെടട്ടെ. ആർക്കൊക്കെ ദൈവത്തിൻ്റെ വചനത്തോട് പ്രിയമുണ്ടോ അവർക്കൊക്കെ ഈ സമാധാനം ലഭിക്കും കേട്ടോ. ഒരു വലിയൊരു താല്പര്യം വചനത്തെക്കുറിച്ചുള്ള 42 സങ്കീർത്തനക്കാരൻ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവൻ്റെ ഉള്ള നിന്നോട് പറ്റിച്ചേരാൻ കാക്ഷിക്കും. വചനത്തെക്കുറിച്ചുള്ളൊരു വലിയ വാഞ്ച, ഒരു താല്പര്യം നമുക്കുണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. വചനത്തോടുള്ള പ്രതിപത്തിയും ബഹുമാനവുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം, വചനം ബഹുമാനത്തോടെ, വിത്ത് റെഫറൻസ് ദൈവവചനം ഉൾക്കൊള്ളാൻ ഇടയാട്ടെ. അപ്പം അതിന് ബന്ധപ്പെട്ട 1-ാം സങ്കീർത്തനത്തിലെ ആദ്യ വാക്യങ്ങൾ വായിക്കാൻ താല്പര്യം. എന്താ 1-ാം സങ്കീർത്തനം? എല്ലാവർക്കും കാണാതറിയാമല്ലേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പെടുത്തിയിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്, അല്ലേ? എന്തോ അവിടെ ശ്രദ്ധിച്ചോ? പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പെടുത്തിയിരിക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്, അല്ലേ? 3 കാര്യം നിങ്ങൾ ചെയ്യരുത്. എന്നിട്ട് 4-മതൊരു കാര്യം ചെയ്യണമെന്ന് അവിടെ പറഞ്ഞത്. എന്താ 4-മത്തെ കാര്യം? യഹോവയുടെ ന്യായപ്രമാണത്തെ ദൈവവചനത്തിൽ സന്തോഷിക്കണം. ആ പ്രിയം, ആ വലിയൊരു പ്രിയമുണ്ടോ ആ വചനം വായിക്കാൻ? സമയം എന്തൊരു കിട്ടിയ ഒരു 10 മിനിറ്റ് ദൈവവചനം വായിക്കാൻ, അതാണോ? അതെല്ലാം പോയി, അല്ലേ? വേറൊരു മേഖലയിലേക്കായിപ്പോയി. ഒരു സാധനം കൈ കയറി വന്നിട്ടുണ്ട്. അതാണ് അനേകരെ കുഴുക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പുരോഗമനം നല്ലതാ, പക്ഷേ ദൈവം പിന്നിലായി പോകല്ലേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിയിട്ട് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ആ വാക്യം വായിച്ച വലിയ സന്തോഷം. ബ്ലെസ്ഡ് ഈസ് ദ മാൻ who delights in the law of the Lord, meditating upon it day and night, day and night, day and night. എന്തുവാ? രാപ്പകൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രാവും പകലും ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കാനൊക്കെ നടക്കത്തില്ലേ എന്ന് പറയാം. പക്ഷേ ആമേൻ. ചോദിക്കട്ടെ, എത്ര മിനിറ്റ് ഉണ്ട് 24 മണിക്കൂറുള്ളതിൽ എത്ര മിനിറ്റ് ദൈവവചനം ധ്യാനിക്കാൻ കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ചോദിക്കട്ടെ. ദൈവം കണക്ക് ചോദിക്കുമ്പോൾ ആമേൻ. ദൈവം നാമയുടെ മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അപ്പോൾ കുറഞ്ഞ പക്ഷം ദൈവവചനം ധ്യാനിക്കാൻ, അപ്പം ദൈവവചനം ഉള്ളത്തിലുണ്ട്, ധ്യാനിക്കാം കേട്ടോ. പക്ഷേ വേദവസ്തു അങ്ങ് അകലിരുന്നാലോ ഷോക്കേസിലെ കാഴ്ചവസ്തുവായിരുന്നാൽ പറ്റുമോ? അതിടയാകല്ലേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഈ മഹാസമാധാനം അനുഭവിപ്പാൻ കർത്താവേ, ഏറ്റവും വലിയ വിഷയം അതിനുള്ള വ്യവസ്ഥ നിൻ്റെ വചനമാണല്ലോ. അത് ഞങ്ങൾ പിന്നിൽ എറിഞ്ഞു കളയാതെ അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ പഠിക്കുവാൻ, അതിനെ പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള എത്ര പേർക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ മഹാസമാധാനം അനുഭവിക്കണമെങ്കിൽ അത് രസിക്കുന്നവരായിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അതിനെ ധ്യാനിക്കാൻ കഴിയുന്നു. എന്ന് വെച്ചാൽ ദ മോർ യു മെഡിറ്റേറ്റ് അപ്പോൺ ഇറ്റ്, ദ മോർ വിൽ ബി യുവർ പീസ് ആൻഡ് പവർ. ദൈവവചനം ശക്തിയാണ്. അപ്പോൾ കൂടുതൽ ധ്യാനിക്കും തോറും നമുക്ക് ദൈവശക്തിയും ദൈവിക സമാധാനവും ലഭിക്കും. മഹാസമാധാനം, വാക്കുകൾക്കപ്പുറമായിട്ടുള്ള ഒരു വലിയ സന്തോഷ സമാധാനമാണ് ഇതിനകത്തുള്ളത് എന്നുകൂടെ ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ദൈവവചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സമാധാനവും ശക്തിയും എത്ര വലുതാ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കേ ഉള്ളു കേട്ടോ. അതുകൊണ്ട് അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ട് ദൈവവചനത്തോട് എത്രത്തോളം സമയം ചെലവഴിച്ച് ധ്യാനിക്കാൻ കഴിയുമോ അത് ഇടയാകട്ടെ എന്ന് ഞാൻ മഹാസമാധാനം ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരുന്ന പലരും തക്ക സമയത്ത് ലഭിച്ച ഒരു വചനം, ഒന്നിലൊരു വ്യക്തിയിൽ കൂടെ, ഒരു ദൈവദാസനിൽ കൂടെ, ഒരു ടെലിവിഷനിൽ കൂടെ, അല്ലെ വേദോത്സവം തുറന്ന് വായിച്ചപ്പോൾ ഒക്കെ ലഭിച്ച ഒരൊറ്റ വചനം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. വചനത്തിൻ്റെ ശക്തി അതാ. സമാധാനം പോകുമ്പോഴായും ഈ ആത്മഹത്യയുടെയൊക്കെ ചിന്ത വരുന്നത് കേട്ടോ. ജീവിച്ചിരിക്കാൻ വയ്യ എന്നുള്ള അന്തരീക്ഷം വരുമ്പോൾ ഇനി തീർത്തേക്കാം എന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഈ മിനിറ്റുകളിൽ ചോദിക്കട്ടെ, സമാധാനമില്ലാതെ അലയുന്ന ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്നേഹത്തോട് പറയട്ടെ, തിരുവചനം വായിക്കുക, ഏത് ദിവസവും തുറക്ക് വായിക്കുക, പ്രാർത്ഥിക്കുക. അത് വായിച്ചിട്ട് പ്രാർത്ഥിച്ചേ, അവ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കും അത് അനുഭവം അങ്ങനെയെന്ന് പ്രാർത്ഥിച്ച് നോക്കുക, സമാധാനം വരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ദൈവശക്തി നിന്റെ ഭാരം മാറ്റി നിനക്ക് വലിയ സമാധാനം തരും. ദൈവത്തിന് സ്തോത്രം. അതാണ് മഹാസമാധാനം, ദ ഗ്രേറ്റ് പീസ്. അപ്പം തൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം അനുഭവിപ്പാൻ ദൈവവചനവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് വസിച്ച്, അപ്പം വചനം നമ്മെ ബലപ്പെടുത്തുമ്പോഴത്തേക്ക് സമാധാനം വന്നു പോകും.
അതിനിടയാകട്ടെ ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വായിച്ചിന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന് 7-ാമത്തെ ഭാഗം. അതിനെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്ന അതാ വിശുദ്ധനായ പൗലോസ് ഇവിടെ വിചരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടത് എല്ലാവരിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആ സമാധാനത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്താണെന്നറിയാം, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. കഴിഞ്ഞ എപ്പിസോഡിൽ അല്പമായി ഞാനത് ഓർമ്മിപ്പിച്ചത് എന്ന് വെച്ചാൽ ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ടു പോകും, എന്തോ ആയിത്തീരും, അല്ല ഇത് ആര് സഹായിക്കും എന്നുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരാം, അപ്പോൾ സമാധാനം പോവും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ലോൺ എടുത്തു, ഒക്കെ സമയത്ത് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോഴേ ബാങ്കുകാർ ജപ്തി നോട്ടീസുമായിട്ട് ആദ്യം ഇൻഫർമേഷൻ കൊടുത്തു, അപ്പോൾ ഇത്ര ദിവസക്കുള്ളിൽ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ കിട്ടി അടയ്ക്കാൻ വകയില്ലാത്തവൻ എന്തോ ചെയ്യും? ഭാരപ്പെടത്തില്ലേ? ഭാരം വരും. അതാണ് ആകാംക്ഷ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ സമാധാനം പോകുന്നതോടെ യാതൊരു സംശയമില്ല. വകയുള്ളവനാണെങ്കിൽ വേറൊരു ക്രമീകരണങ്ങൾ ചെയ്യുക, ഇല്ലാത്തവൻ എന്തോ ചെയ്യും? ആ സാഹചര്യത്തെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം. ആ ജപ്തിയുടെ ഡേറ്റ് അടുക്കുന്തോറും ഭാരം കൂടി വരും, സമാധാനവും പോവും, ഇല്ലേ? പൂർണ്ണമായി നഷ്ടപ്പെടും. ദൈവത്തിന് സ്തോത്രം. അത് ചിന്തിക്കുന്നതോറും അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ കർത്താവേ എന്താ ചെയ്യുന്നേ, ഒരു വഴിയുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവജനം പറഞ്ഞ് നീ ഭാരപ്പെടണ്ട, നീ സ്തോത്രം ചെയ്യുക, നീ ദൈവത്തിന് നന്ദി സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ നന്ദി പറയാന്ന്. കർത്താവേ നീ ജീവിക്കുന്നല്ലോ, എല്ലാം അറിയുന്ന ദൈവമേ, നീ സകലത്തിനും മതിയായ ദൈവമാണല്ലോ, കരുണ ചെയ്യണേ കർത്താവേ എന്ന് പറഞ്ഞ് നീ ഒന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ്. The peace that overcomes all understand, that surpasses all understand, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്നാണ് രേഖപ്പെടുത്തി. എന്ന് വെച്ചാൽ that is beyond every scientific calculation. മാനുഷികമായി ചിന്തിച്ചാൽ ഒരു സമാധാനവും ലഭിക്കത്തില്ല. മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള ഒരു സമാധാനം ദൈവം തരും. നീ സ്തോത്രം ചെയ്യുമ്പോൾ ജീവിത ഭാരങ്ങൾ വരും. ചില ആളുകൾക്കപ്പുറത്ത് ഞാൻ ഒരു സഹോദരിയുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. അധികം പ്രായമൊന്നുമില്ല, 2 കുഞ്ഞുങ്ങളുണ്ട്. ആ സഹോദരി എഴുന്നേറ്റ് ആ ഡെഡ് ബോഡി ആ ഭവനത്തിൽ ഞാനും അനുശോചനം പറഞ്ഞു. അതിന് കഴിഞ്ഞ് ആ സഹോദരി എൻ്റെ അനുഭവം 2-4 വാക്കുകൾ ഇപ്പോൾ വലിയ ധൈര്യത്തോടെ പ്രത്യാശയോടെ പറഞ്ഞു, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ആ സഹോദരി പറഞ്ഞ് ആദ്യം ഒരു 24 മണിക്കൂർ തകർന്നു പോയെന്ന് പറഞ്ഞു. പക്ഷെ എവിടുന്നോ ഒരു വലിയ സമാധാനം ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്നു. അത് അനുഭവിക്കുന്നവർക്ക് വാട്ട് എവർ ബി യുവർ പ്രോബ്ലം, സമാധാനം തരുന്നത്. മാനുഷിക കണക്കൂട്ടൽ സമാധാനം കിട്ടുമോ? 28 വയസ്സുള്ള ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളെയൊക്കെ ഭർത്താവ് വിട്ടേച്ച് പോയാൽ എന്തുമായിരിക്കും സമാധാനം? മാനുഷികമായിട്ടൊരു സമാധാനവും ലഭിക്കത്തില്ല. പക്ഷേ ദൈവം സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന്, ആലോചനയിൽ അതിശയോത്കൃഷ്ടതയുള്ള ദൈവമാണ്. അവൻ താങ്ങും. ദൈവത്തിന് സ്തോത്രം. കരുതുന്ന ദൈവമാണ് കേട്ടോ, മാനുഷികമായ രീതിയിലല്ലായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ മണിക്കൂറുകൾ ദൈവം ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, നിൻ്റെ ഏത് വിഷയത്തിനും ഹല്ലേലൂയ, നീ ഒന്നും ഭാരപ്പെടാതെ സ്തോത്രം ചെയ്യേ. ദൈവം മതിയായവൻ, ദൈവം നല്ലവൻ, ദൈവം വിശ്വസ്തൻ, അവൻ എന്നെ കൈവിടത്തില്ല. എൻ്റെ ദൈവം, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ എന്നൊന്ന് പാടി നോക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. ഉള്ളം കയ്യിൽ വഹിച്ച് ഉള്ളിൽ ദിവ്യശാന്തി തന്ന് ദൈവം നടത്താൻ ശക്തിയുള്ള ദൈവമാണ്. മഹാസമാധാനം ദൈവം തന്നവൻ. ഹല്ലേലൂയ. അവൻ സകല ബുദ്ധിയായി കവിയുന്ന ദൈവിക സമാധാനം തന്ന് നടത്തുവാൻ ശക്തിയുള്ളൊരു ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉറപ്പുണ്ടോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ മണിക്കൂറുകളിൽ ദൈവത്തിനെ ശ്രദ്ധിക്കുന്നവരെ കരുണയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തിരുനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. ജീവിത ഭാരങ്ങളിൽ, ആവശ്യങ്ങളിൽ, ദുഃഖങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ടോ? സമാധാനം തരുന്നൊരു ദൈവമുണ്ട്. സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയതോ കേട്ടോ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, കർത്താവിൽ ആശ്രയിക്കുക ദൈവത്തിന്. മൂന്നാമത് നമ്മൾ വായിച്ചു വരുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26:3 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാം? അവിടെ സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ അവനിൽ എന്നേക്കും ആശ്രയം വെപ്പി. ഇവിടെ രേഖപ്പെടുത്തിയ പൂർണ്ണ സമാധാനം, പെർഫെക്റ്റ് പീസ്. ആ സമാധാനം എവിടുന്നാണ് കിട്ടുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആശ്രയം വയ്ക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 7:15 നമ്മൾ വായിക്കുന്നു, സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു.
ആരും ദുഃഖിതരായി കഷ്ടപ്പെട്ട് ഡിസ്റ്റോർട്ടഡായി ജീവിക്കാനൊന്നും ചെയ്യാം. പക്ഷേ അങ്ങനെ വിളിച്ച്, പക്ഷെ ശരിയാ, പക്ഷേ സമാധാനം കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ട്രസ്റ്റ് ഹിം. ആ ദൈവത്തെ അങ്ങ് വിശ്വസിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം, ട്രസ്റ്റ് ചെയ്യണം. എൻ്റെ ദൈവം നടത്തും. ആ വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതാണ് അതിൻ്റെ ക്ലോസ്. ട്രസ്റ്റ്. സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൂർണ്ണമായി ദൈവത്തിൽ ഏൽപ്പിച്ച് സമാധാനം പ്രാപിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ സ്ഥിരമായിട്ട് ആശ്രയിക്കണം. മനസ്സ് ഇളകിപ്പോരുത്. അതാണ് വേറൊരു പ്രശ്നം. അൺസർട്ടനിറ്റി ഇങ്ങനെ വന്നു. കുറച്ചു നേരം വിശ്വാസമില്ല. അത് ദൈവം ആഗ്രഹിക്കുന്നു. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം നമ്മുടെ വിശ്വാസത്തിലും ആശ്രയത്തിലും. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, ഞാൻ ആശ്രയിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നെ കൈവിടത്തില്ല. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവൻ ഈ കരുതിയിടുന്നു. ആവശ്യഭാരങ്ങൾ അറിഞ്ഞിടുമ്പോൾ അവൻ കാക്കും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന് വിശ്വസിക്കുന്നു പാടി പ്രത്യാശ വർദ്ധിക്കണം. ദൈവകൃപയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇളകിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയണം. എങ്കിലേ നമുക്ക് ഈ പൂർണ്ണ സമാധാനം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിളകാതെ ഒറ്റ പോയിന്റ്, ഒരു ടാർഗറ്റ്, ഒരു ലക്ഷ്യം, എൻ്റെ കർത്താവ്, ആ ദൈവം എൻ്റെ നടത്തുന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ദൈവം പൂർണ്ണ സമാധാനം നൽകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മക്കളെ ഓർമ്മിപ്പിക്കട്ടെ, ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നെ കൈവിടത്തില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടോ? സ്നേഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ ആ വിശ്വാസത്തിൽ ഉറച്ചു വളരുമ്പോഴാണ് ദിവ്യമായ ഈ പ്രത്യേക അല്ലെങ്കിൽ പൂർണ്ണമായ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു വലിയ വിഷയമാണ് കേട്ടോ. കർത്താവ് പറഞ്ഞു, ഒരുത്തന് വിശ്വാസം കുറവാണെങ്കിൽ ദൈവത്തോട് എന്ന് പറഞ്ഞ പോലെ സമാധാനം കുറവാണെങ്കിലും പ്രാർത്ഥിക്കണം. ദൈവമേ എനിക്ക് സമാധാനം തന്നെ. അപ്പം ഈ വ്യവസ്ഥകളും പാലിക്കണം. ദൈവവചനം ധ്യാനിക്കണം. ദൈവത്തിലുള്ള സ്ഥിരവിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലേ? ഹല്ലേലൂയ. ജീവിതഭാരങ്ങളുടെ മുഖത്ത് ഇളകിപ്പോകാതെ അന്നേരം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതൊക്കെ പാലിക്കപ്പെടുമോ? ചെറിയ വിഷയം വരുമ്പോഴത്തേക്ക് കുലുങ്ങിപ്പോകാതെ സ്ഥിരമാനസരായി നിൽക്കാൻ ദൈവമേ സഹായിക്കണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യെശയ്യാ 48:18 നമ്മൾ വായിക്കുന്നു. എന്താണെന്നറിയാം? ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തെ അനുസരിക്കുന്നതിലും കൂടി സമാധാനം നദി പോലെ ലഭിക്കും. നദി പോലെ എന്ന് വെച്ചാൽ അങ്ങനെ ഒഴുകി വരും സമാധാനം. ഒരു വലിയ അനുഗ്രഹമല്ലേ? എന്ന് വെച്ചാൽ ബ്രേക്ക് ഇല്ലാതെ നിന്റെ ജീവിതത്തിൽ എപ്പോഴും കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സമാധാനം. ആകമാനമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമാധാനത്തിൻ്റെ ഒഴുക്ക് ഉച്ച മുതൽ ഉള്ളംകാല് വരെ. ഹല്ലേലൂയ. ഉണ്ടോ പ്രിയരെ? ആ സമാധാനം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണേ. സ്ഥിരമാനസരായി നിന്ന ആ സമാധാനം, നദി പോലെയുള്ള സമാധാനം അനുഭവിപ്പാൻ ദൈവമേ നമുക്കിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ ഈ കാലങ്ങളിലെ പ്രശ്നം കുടുംബ പ്രശ്നം. TV പ്രസംഗം കേട്ടിട്ട് അനേകർ ഞങ്ങളെ വിളിക്കാറുണ്ട്. അതിൽ വിളിക്കുന്നതിൽ ഒത്തിരി പേരുടെ വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വന്നിരിക്കുന്ന വൈകല്യങ്ങൾ, ക്ഷമിക്കാൻ കഴിയാത്തത്, അസ്വസ്ഥത വർദ്ധിക്കുന്ന അന്തരീക്ഷം. ഫോർഗീവ്നെസ് എന്നുള്ളത് ഒരു രീതിയായി മാറിയിരിക്കും അല്ലേ? ഒന്ന് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട് വരുന്ന തകരാറുകൾ എത്ര സമാധാനം പോവല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ വിളിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ദൈവവചനത്തിൽ കൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സമാധാനമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ എന്നാ അതിന് പ്രത്യേകത? അതിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിയാൽ ഈ വചനങ്ങൾ മാറത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഏതൊരു രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കാളും നീതിബോധത്തെക്കാളും ജുഡീഷ്യറിയേക്കാളും ഒക്കെ ഉന്നതമായ നീതിബോധമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലെ ആ പ്രമാണമാണ് നമുക്ക് ആധാരം. കർത്താവ് പറഞ്ഞ വചനമാണ് ദൈവത്തിന്. അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ദൈവത്തിന്. അത് അനുസരിച്ചാൽ ആ വിടുതലുണ്ട്.
അനുഭവത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നം ഞാൻ മുമ്പേ പറഞ്ഞ ലോകത്തിൽ സമാധാനമില്ലല്ലോ. രാഷ്ട്രങ്ങളെ എടുത്തു നോക്കുക, രാജ്യങ്ങളെ എടുത്തു നോക്കുക, ദേശങ്ങളെ എടുത്തു നോക്കുക, ഭവനങ്ങളെ എടുത്തു നോക്കുക, സൊസൈറ്റി എടുത്തു നോക്കുക, സഭകളെ എടുത്തു നോക്കുക. അതല്ലേ നമ്മൾ കൂടുതൽ ചിന്തിക്കണ്ടേ? എവിടെ സമാധാനം? സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലായിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം പറയാം, ദൈവവിളി കേട്ട് ദൈവത്തെ പിൻപറ്റി ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവന് സമാധാനമുണ്ട്. നിന്റെ വീട്ടിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? ദൈവവചനത്തിന് സ്ഥാനമുണ്ടോ? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ നമുക്കൊന്ന് ജീവിക്കാൻ കഴിയുമോ? എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ചിന്തയോടുള്ള ജീവിതമായിരിക്കും. വിപരീതമല്ലാത്ത ഒന്നും എൻ്റെ ഭവനത്തിൽ പാടില്ല. കുഞ്ഞുങ്ങളോട് പറയണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് മാതൃകയായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്ന വലിയൊരു വിഷയമായി ഈ കാലങ്ങളിൽ വന്നുകൂടിയിരിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട അന്തരീക്ഷങ്ങളിൽ വാഗ്വാദങ്ങളുടെ വെല്ലുവിളികൾ ഉയർത്തി ജീവിക്കുന്നത് തലമുറയെ കൂടെ ബാധിക്കുന്ന മേഖലകൾ കാണുമ്പോൾ ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടത്, ഇവിടെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ ജീവിതങ്ങളെ വിടുവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമാധാനം നഷ്ടപ്പെടാൻ ഇടയാകാതെ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുകൂടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൗലോസ് ലേഖനം 3:15 വരുമ്പോൾ വിശുദ്ധനായ പൗലോസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ലെറ്റ് ദ പീസ് ഓഫ് ഗോഡ് റൂൾ ഇൻ യുവർ ഹാർട്ട്. സമാധാനം ക്രിസ്തുവാണ് നൽകുന്നത്. കർത്താവ് പറഞ്ഞു പോലെ എൻ്റെ സമാധാനം ഹൃദയങ്ങളിൽ വാഴണം എന്ന് വെച്ചാൽ അവിടെ റൂൾ ചെയ്യണം. ദാറ്റ് കൺട്രോൾ, ആ മുഴുവൻ്റെ കൺട്രോളാണ് ആ സമാധാനം. വാഴുക എന്ന് പറയുന്നത് ജീവിക്കുകയല്ല, വാഴുക, റൂൾ. ഈ സമാധാനം നമ്മളെ റൂൾ ചെയ്യുന്നുണ്ടോ? കംപ്ലീറ്റ് കൺട്രോൾ ദൈവത്തിനാണെങ്കിൽ സമാധാനം ദൈവം തന്നെ നന്ന് നടത്തും കേട്ടോ. സ്വന്തം വിവേകത്തിലും ബുദ്ധിയിലും ആശ്രയിക്കും പലപ്പോഴും മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. പക്ഷെ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവഹിതമല്ലാത്ത ഒന്നും ചെയ്യരുത്. ദൈവഹിതമല്ലാത്ത ഒന്നും കാണരുത്, ഒന്നും കേൾക്കരുത്. അതിന് ജീവിതത്തെ ക്രമപ്പെടുത്താൻ മേയർ പ്രാർത്ഥിച്ച പോലെ എപ്പോഴും പക്ഷേ നമുക്കത് സ്വന്തമായി പറ്റി. പക്ഷെ ദൈവത്തോട് പറയണം, ലോർഡ് ഐ ആം അൺഎബിൾ ടു ഡു ദാറ്റ്. താവേ എനിക്കത് ഇനി ജയം തരണേ, എന്നെ രക്ഷിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ചിലർ കോപിക്കുന്നവരാ. ഞങ്ങൾ തലമുറയായി, ഞങ്ങൾ വീട്ടുകാരും ഇല്ല കോപിരായിരുന്നു. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിനയപ്പെടണം. പഴയത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ക്രിസ്തുവിലായാലും അവനൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പോഴും ഞാൻ എപ്പോഴും ഓർപ്പിക്കട്ടെ, തലമുറയെ ഓർത്ത് പലതും ക്ഷമിച്ചേ പറ്റൂ. തലമുറയുടെ നന്മ ആ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തലമുറയ്ക്ക് ശാപം വരുന്നതൊന്നും വരില്ല. ചില കുടുംബങ്ങളെയൊക്കെ ശ്രദ്ധിക്കും, നല്ല കുഞ്ഞുങ്ങളാണ്, പക്ഷെ അവരാവശ്യമില്ലാതെ കഷ്ടങ്ങൾ അനുഭവിക്കുക. എന്താ, ചിലതൊക്കെ നേരത്തെ പിതാക്കന്മാർ അല്ലെങ്കിൽ ഒരു വിതച്ചേച്ച് പോയത് അതിപ്പോൾ കിളിക്കുക. ഇപ്പം ജീവിച്ചിരിക്കുന്നവരോട് പറയട്ടെ, നിന്റെ തലമുറ കഷ്ടം അനുഭവിക്കാതിരിക്കണമെങ്കിൽ, ദുഃഖം അനുഭവിക്കാതിരിക്കണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, സന്തോഷത്തോടെ വസിക്കണമെങ്കിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോണേ. സ്തോത്രം. മാതാപിതാക്കളെ പലതും വിട്ടുകൊടുക്കാൻ ക്ഷമിക്കാൻ കഴിയട്ടെ കുടുംബ ജീവിത ബന്ധങ്ങളിൽ. ദൈവനാമം മഹത്വപ്പെട്ട കർത്താവേ, കരുണ ചെയ്യണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കട്ടെ. ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. ആസ് വൺ ബോഡി. സഭയുടെ അംഗങ്ങളായ നമ്മളെല്ലാം ഒരു ശരീരം. അതിനുവേണ്ടി നമ്മളെ ദൈവം വിളിച്ചിരിക്കുക. ഒന്ന് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാനാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഓർമ്മ. അപ്പം അതിന് നമ്മളെ ദൈവം തമ്പുരാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്താ ഈ മഹാസമാധാനം? പൂർണ്ണ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. ദൈവത്തിന് ഇത് കർത്താവ് വാഗ്ദത്തം ചെയ്ത, അനുഭവിക്കുന്നില്ലെങ്കിൽ ആരുടെ കുറ്റമാണ്? എവിടെയോ തകരാറ്. അപ്പം ദൈവം ചെയ്ത കണ്ടീഷൻ, ദൈവം വെച്ച വ്യവസ്ഥകളൊന്ന് പാലിക്കാൻ ഇടയാക്കണമേ. സമാധാനമില്ലാതെ അനേകർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇന്ന്. ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് വരാമോ? വിനയപ്പെടാമോ? ദൈവസന്നിധി ഒന്ന് വിനയപ്പെട്ട് കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമോ? കുടുംബജീവിത ബന്ധങ്ങളിൽ വന്ന പ്രയാസങ്ങളും അന്യോന്യം
ആമേൻ ആമേൻ. മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാരൊക്കെ ദൈവത്തോടൊന്ന് ചോദിച്ച് ആലോചന ചോദിച്ച് വിനയപ്പെടാൻ കഴിയുമോ? തലമുറയോർത്ത് പലതും ക്ഷമിക്കാൻ, കർത്താവേ കരുണയുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവയുടെ അങ്ങനെങ്കിൽ ദിവ്യ സമാധാനം, ദിവ്യ സമാധാനം ദൈവം തരാൻ ശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമാധാനം അനുഭവിച്ച് ജീവിപ്പാൻ കർത്താവ് തന്ന വാഗ്ദത്തം, ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാൻ ശക്തിയോടെ മുന്നേറാൻ കർത്താവ് സഹായിക്കും. അത്ര ആ വ്യവസ്ഥകളെ പാലിച്ചതിൻ്റെ സരിധി ഞങ്ങളായിരിക്കും കർത്താവ് എന്ന് പറയാൻ എത്ര പേരുണ്ട്? കുറവുകൾ ഏറ്റു പറയാൻ എത്ര പേരുണ്ട്? ഈ സമാധാനം മഹാസമാധാനം, ആമേൻ, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം, പൂർണ്ണ സമാധാനം ജീവിതത്തിൻ്റെ മേഖലയിൽ അനുഭവിപ്പാൻ കർത്താവെ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കുറവുകളെ ക്ഷമിച്ച് എന്നെ ശക്തീകരിക്കണം. നിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് നിന്നോട് പറ്റിയിരുന്നു നിൻ്റെ വചനം ധ്യാനിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ആയുസ് ധന്യമാക്കാൻ കൃപ തരണേ. അന്ന പാളിച്ചകൾ വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതങ്ങളിലാകട്ടെ, സഭാ ജീവിതത്തിലാകട്ടെ, എവിടെയൊക്കെയോ അസ്വസ്ഥ വന്നുപോയ മണ്ഡലങ്ങളെ ക്ഷമിച്ചേൽപ്പിക്കാൻ എത്ര പേരുണ്ട്? ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, പുതുജീവിതം തരണേന്ന് പറയാൻ പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു, കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, വചനം കേട്ടവരുടെ മേൽ ദൈവാത്മാവ് സഹായിക്കും. സമാധാനമില്ലാത്ത ലോകത്ത് സമാധാനമില്ലാതെ നഷ്ടപ്പെടാനല്ല, സ്ഥിരമാനസ്വരായി ദൈവസന്നിധിയിൽ കർത്താവ് നിന്നിൽ ആശ്രമിച്ച് പൂർണ്ണ സമാധാനം അനുഭവിച്ച് ജീവിപ്പാൻ നിന്റെ വചനത്തോട് ഭക്തിയുള്ളവരായി, ബഹുമാനമുള്ളവരായി, സ്നേഹമുള്ളവരായി കർത്താവെ വചനം ധ്യാനിച്ച് ബലപ്പെടാൻ പ്രാർത്ഥിക്കാൻ. കർത്താവ് ജീവിത ഭാരങ്ങളുടെ മുഖത്ത് ഭാരപ്പെടാതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദിവ്യമായ സമാധാനം, ആ ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം വിപ്പാൻ എല്ലാവരും ഇടയാക്കണമേ എന്ന് വിവിധ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, അവരോട് കരുണ കാണിക്കണം. ദൈവാത്മാവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. തിരുനാമം എല്ലാവരും മഹത്വപ്പെടണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.